ഹമാസ് ഇസ്മായിൽ ഹനിയയ്ക്ക് ശേഷം മുഹമ്മദ് ആയിഷ്. നേതാക്കളെ വധിച്ചുകൊണ്ട് ഹമാസിനെ തകർക്കാൻ പറ്റുമായിരുന്നെങ്കിൽ അത് 2004 സംഭവിക്കേണ്ടതായിരുന്നു. ആ വർഷമാണ് ഹമാസ് സ്ഥാപകൻ ഷെയ്ഖ് അഹമ്മദ് യാസീൻ ഉൾപ്പെടെയുള്ള അതിൻ്റെ മുതിർന്ന നേതാക്കളെ ഇസ്രയേൽ വകവരുത്തിയത്. പക്ഷേ മുതിർന്ന നേതൃനിര ഉന്മൂലനം ചെയ്യപ്പെട്ട് 3 വർഷം തികയുന്നതിന് മുമ്പേ ഗസ മുനമ്പിൻ്റെ നിയന്ത്രണം ഹമാസിൻ്റെ കയ്യിലായി. ഇസ്രയേലിലേക്ക് റോക്കറ്റ് തൊടുക്കുന്ന പ്രധാന കേന്ദ്രങ്ങളിലൊന്നായി ഗസ മാറുകയും ചെയ്തു. സുസംഘടിതമായ ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും വ്യക്തികൾ ഉന്മൂലനം ചെയ്യപ്പെടുന്നത് അതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തെ ബാധിക്കില്ല. എന്നല്ല, അത്തരം ജീവാർപ്പണങ്ങൾ സംഘടനയെ ശക്തിപ്പെടുത്തുകയും അതിന് പുതുജീവൻ നൽകുകയുമാണ് ചെയ്യുക. ഹമാസ്, ഇസ്ലാമിക് ജിഹാദ് പോലുള്ള ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങളുടെ കാര്യത്തിൽ ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. 2002 ഇടതുപക്ഷ ഫലസ്തീൻ പോരാളി സംഘമായ പോപ്പുലർ ഫ്രണ്ടിൻ്റെ നേതാവ് അബു അലി മുസ്തഫയെ ഇസ്രയേൽ വധിച്ചു. അദ്ദേഹത്തിൻ്റെ പേരിൽ പോപ്പുലർ ഫ്രണ്ട് ഒരു സായുധ വിങ് രൂപീകരിച്ചു എന്നതായിരുന്നു ഇതിൻ്റെ ഫലം. മാത്രമല്ല, 1990 മുതൽ ദുർബലമായി കൊണ്ടിരുന്ന ഈ വിഭാഗം ഇതോടെ കൂടുതൽ കരുത്താർജിക്കുകയും ചെയ്തു. ടാർഗറ്റ് ചെയ്ത് കൊലപ്പെടുത്തുന്നതിൻ്റെ നീണ്ട ചരിത്രമുണ്ട് സയനിസത്തിന്. ഫത്തഹ്, ഹമാസ്, ഇസ്ലാമിക് ജിഹാദ് പോലുള്ള എല്ലാ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനങ്ങളുടെയും നേതാക്കളെ ഇസ്രയേൽ വധിച്ചിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ടൊന്നും അവയെ ഉന്മൂലനം ചെയ്യാൻ ടെല്ലവീവിന് സാധിച്ചിട്ടില്ല. ഓരോ വധത്തിന് ശേഷവും ആ സംഘങ്ങൾ കൂടുതൽ ശക്തിപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. ഹമാസിൻ്റെ 2 ഘടനാ സവിശേഷതകൾ തീരുമാനമെടുക്കുന്നതിലും പ്രസ്ഥാനത്തെ നയിക്കുന്നതിലും വ്യക്തികൾക്കുള്ള പ്രാധാന്യത്തെ കുറയ്ക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഹമാസിൻ്റെ രാഷ്ട്രീയ വിങ്ങിൽ. ഒന്ന്, കൂടിയാലോചനാ സമിതികളും മറ്റ് കൗൺസിലുകളുമൊക്കെ ചേർന്നതാണ് ഹമാസിൻ്റെ സംഘടനാ സംവിധാനം. ഈ സമിതികളിൽ നടക്കുന്ന ചർച്ചകളിലൂടെയും വോട്ടെടുപ്പിലൂടെയും ഉരുത്തിരിഞ്ഞു വരുന്നതാണ് സംഘടനാ തീരുമാനങ്ങൾ. വ്യക്തികൾ തീരുമാനമെടുക്കുകയല്ല, ജനകീയ അഭിപ്രായ രൂപവൽക്കരണമാണ് നടക്കുന്നത് എന്നർത്ഥം. 2, ഹമാസ് ഒരു ഇസ്ലാമിക ആദർശ പ്രസ്ഥാനമാണ്. ഇസ്ലാമിക സ്രോതസ്സുകളിൽ നിന്നും ഇസ്ലാമിൻ്റെ നീണ്ട പോരാട്ട ചരിത്രത്തിൽ നിന്നുമാണ് അത് ഊർജം സംഭരിക്കുന്നത്. പോരാട്ട വഴിയിൽ നിന്നൊരിക്കലും പിന്മാറരുതെന്നാണ് അത് നൽകുന്ന ആഹ്വാനം. പോരാട്ടത്തിൽ രക്തസാക്ഷികളാകുന്നവർക്ക് വളരെ ആനന്ദകരമായ പരലോക ജീവിതമാണ് ഉണ്ടാവുകയെന്ന് വാഗ്ദാനം നൽകുകയും ചെയ്യുന്നു. പറഞ്ഞു വരുന്നതിൻ്റെ ചുരുക്കം ഇതാണ്: ഇസ്മായിൽ ഹനിയെ ഇല്ലാതാക്കിയതിലൂടെ ഹമാസിനെ ഒരു നിലയ്ക്കും തളർത്താൻ സയനിസ്റ്റുകൾക്ക് സാധ്യമാവുകയില്ല. ഗസ യുദ്ധത്തെ അത് സ്വാധീനിക്കാനും പോകുന്നില്ല. മാസങ്ങൾക്ക് മുമ്പാണല്ലോ ഹമാസിൻ്റെ ഉപാധ്യക്ഷൻ സലാഹ് അൽ ആറൂരിയെ ലബനാനിൽ വെച്ച് ഇസ്രയേൽ വധിച്ചത്. ഇസ്രയേലിനകത്ത് ജനപിന്തുണ ആർജിക്കാൻ ആ നേട്ടത്തെ നെതന്യാഹു മാർക്കറ്റ് ചെയ്തു എന്നതിനപ്പുറം അതുകൊണ്ട് മറ്റൊന്നും സംഭവിച്ചില്ലല്ലോ. സുരക്ഷാ കവചം ഭേദിച്ച് ഇസ്രയേൽ ലക്ഷ്യം കണ്ടു പോലുള്ള വർത്തമാനങ്ങൾക്കൊരടിസ്ഥാനവുമില്ല. നേരെ മറിച്ചാണ് സംഭവിച്ചത്. ഇസ്മായിൽ ഹനിയ ഇറാനിലേക്ക് രഹസ്യ സന്ദർശനം നടത്തുകയായിരുന്നില്ല. അതൊരു ഔദ്യോഗിക പരസ്യ സന്ദർശനമായിരുന്നു. ഇറാൻ പ്രസിഡന്റിൻ്റെ അധികാരാരോഹണ ചടങ്ങിലും അദ്ദേഹം പങ്കുകൊണ്ടു. ആ ചടങ്ങ് ലോകം മുഴുവൻ കണ്ടതാണ്. ആയതിനാൽ ഹനിയയുടെ സഞ്ചാര വഴികൾ സാറ്റലൈറ്റ് വഴി പിന്തുടരാനും അദ്ദേഹത്തെ കൊലപ്പെടുത്താനും എളുപ്പമായിരുന്നു. കഴിഞ്ഞ 10 മാസമായി ഹനിയയിലേക്ക് എത്താൻ ഇസ്രയേൽ കിണഞ്ഞു ശ്രമിക്കുന്നുണ്ടായിരുന്നെങ്കിലും സാധിച്ചിരുന്നില്ല. അദ്ദേഹം പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ മാത്രമാണ് അവർക്കത് സാധ്യമായത്. ആറൂരി വധത്തിലും അതുതന്നെയാണ് സംഭവിച്ചത്. ബൈറൂത്തിൽ തൻ്റെ ഔദ്യോഗിക ഓഫീസിലെത്തിയപ്പോഴായിരുന്നല്ലോ അദ്ദേഹത്തെ വധിച്ചത്. അദ്ദേഹം ഒളിവിലല്ലാത്തതിനാൽ അദ്ദേഹത്തെ പിന്തുടരുക മൊസാദിന് എളുപ്പമായിരുന്നു.